അങ്ങനെ ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാ കാര്യത്തിലും ദേവയാനി നയനയെ സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. നയനയെ കൊണ്ടുവരുമ്പം തന്നെ അനാമികയ്ക്കും കൂട്ടർക്കും ഇഷ്ടമാകുന്നില്ല. പക്ഷേ ദേവയാനി അവരെയെല്ലാം എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം നയന തറ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. തറ തുടച്ചുകൊണ്ട് നിൽക്കുമ്പം അനാമിക അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഓഹോ കൊച്ചമ്മ ഇപ്പം തറ തുടയ്ക്കായിരിക്കും അല്ലേ? അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞോ നിൻ്റെ? ഞാൻ പറഞ്ഞ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോൾ നയന പറയാണ്, ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഭക്ഷണമായെന്ന് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അപ്പം നയന പറയുന്നുണ്ട്, ഭക്ഷണമായെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? നീയും ഈ വീട്ടിലെ മരുമകളല്ലേ അനാമികയെ? നിനക്ക് അടുക്കളയിൽ കയറി നോക്കിക്കൂടെ ഭക്ഷണമായോ എന്ന്? അപ്പം അനാമിക പറയാണ്, ഓഹോ കെട്ടിലമ്മയ്ക്ക് ഭക്ഷണമായെന്ന് പറയാനും പറ്റില്ലല്ലേ? എന്ത് കണ്ടിട്ടാണ് നീ ഇത്ര അഹങ്കരിക്കുന്നത്? ഇപ്പോൾ വല്യമ്മ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ച് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ജലജ ആ വഴി വരികയാണ്. ജലജ പറയുന്നുണ്ട്, ആ അല്ലേലും ഇപ്പം ചിലരൊക്കെ തലപൊക്കി തുടങ്ങി. ഓരോ സ്ഥലത്തുനിന്നും സപ്പോർട്ട് കിട്ടുന്നതിൻ്റെയാ. എന്നാൽ വേടത്തേക്ക് ഇതെന്ത് പറ്റിയെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഇത്രയും നാൾ മേടത്തേക്ക് ഇവളോട് എന്ത് ദേഷ്യമായിരുന്നു. ഇപ്പം സർജറിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഏടത്തിയുടെ മനസ്സാകെ മാറിപ്പോയി. ഇനി ആദർശ മലയ്ക്ക് പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണോ വാ. എന്തായാലും നീ അധിക കാലം ഇവിടെ വാഴാനൊന്നും ഓർക്കണ്ടേ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം നീ നിൻ്റെ ചേച്ചിയും ഇവിടുന്ന് പോയിരിക്കും എന്ന് പറഞ്ഞ് മൂപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. അപ്പോൾ അനാമിക പറയാണ്, ആ എന്തായാലും തറ തുടയ്ക്കല്ലേ നീ. തറ തുടച്ച് കഴിയുമ്പം തുണി കുറച്ച് എനിക്ക് വാഷ് ചെയ്യാനുണ്ട്, നീ അത് വാഷ് ചെയ്യണം. അപ്പം നയന് പറയാണ്, അതെന്തിനാ ഞാൻ നിൻ്റെ തുണി വാഷ് ചെയ്യുന്നത്? നിനക്ക് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്തൂടെ? അപ്പോഴേക്കും അനാമിക പറയാണ്, അത് കുറച്ച് വില കൂടിയ തുണികളൊക്കെയാണ്, അത് വാഷിംഗ് മെഷീനിലിട്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് നീ തന്നെ അത് വാഷ് ചെയ്യണം എന്ന് പറയാണ്. ഓഹോ ഞാൻ തന്നെ വാഷ് ചെയ്യണം അല്ലേ എന്ന് ചോദിക്കുകയാണ് നയന. നയനയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ പറയാണ് അനാമിക, അതെ നീ വാഷ് ചെയ്യണം, അത് വാഷ് ചെയ്തെന്ന് വെച്ചാൽ നിൻ്റെ കയ്യിലെ വളയൊന്നും ഊരിപ്പോവില്ലല്ലോ എന്ന് പറയുമ്പം നയന പറയാണ്, എനിക്കിപ്പോൾ സൗകര്യമില്ല. എന്താ നീ പറഞ്ഞത്? അതെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്, നിനക്ക് മനസ്സിലായില്ലേ? നിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന്. അതെ ഞാൻ ചെയ്യില്ല, നീ ചെയ്യണം. അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനെ കൊണ്ടോ നിൻ്റെ അമ്മയെ കൊണ്ടോ അമ്മായി അമ്മയെ കൊണ്ടോ ഒക്കെ ചെയ്യിക്കണം. അല്ലാതെ എന്നോട് നിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പറയണ്ട. ഇവിടെ ആദർശേട്ടൻ്റെയും എൻ്റെയും അല്ലെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഡ്രസ്സ് മാത്രം വാഷ് ചെയ്യാൻ പറഞ്ഞാലേ ഞാൻ ചെയ്യുള്ളൂ. വേറെ ആരുടെയും ചെയ്യേണ്ട കാര്യം എനിക്ക് തൽക്കാലം ഇല്ലെന്ന് അനാമികയ്ക്കത് മനസ്സിലായോ? അപ്പോൾ അനാമിക കളിച്ചു തുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് കണ്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുക, എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അപ്പോൾ അനാമിക പറയാണ്, ഓഹോ വല്യമ്മ ഇപ്പം മരുമകളെ എടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന കാരണം മരുമകളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്താ അനാമികെ, എന്ത് അഹങ്കാരമാണ് നയനെ കാണിച്ചത്? എന്ത് അഹങ്കാരമാണ് കാണിച്ചതെന്നോ? അവള് ഇവിടെ എല്ലാം തുടച്ചു കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സൊന്ന് വാഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറയാണ് അവൾക്ക് പറ്റില്ല എന്ന്. എൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, അതെന്താ നിൻ്റെ ഡ്രസ്സ് എന്തിനാ അവൾ വാഷ് ചെയ്യുന്നത്? നിനക്കൊരു കുഴപ്പമില്ലല്ലോ, നിൻ്റെ ഡ്രസ്സ് നിനക്ക് വാഷ് ചെയ്തൂടെ? വാഷിംഗ് മെഷീനിലിട്ടാൽ പോരെ? അപ്പോൾ അനാമിക പറയാണ്, അത് പറ്റില്ല, നല്ല ഡ്രസ്സുകളാണ്, നല്ല കുറച്ച് സാരികളൊക്കെയാണ്, അത് ഹാൻഡ് വാഷ് ചെയ്താലേ ശരിയാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇവളോട് പറഞ്ഞത്. അപ്പം ദേവയാനി പറയാം, അത് നീ തന്നെ ചെയ്യണം, നിൻ്റെ ഡ്രസ്സ് നീയല്ലേ വാഷ് ചെയ്യേണ്ടത്, നയനയാണോ? അവൾക്ക് ആദർശിൻ്റെ അവളുടെയും ഡ്രസ്സ് മാത്രം വാഷ് ചെയ്താൽ പോരെ? അപ്പം ഉടനെ അനാമിക പറയാണ്, ഓ അങ്ങനെയാണോ ഇപ്പോൾ വല്യമ്മയും പറയുന്നത്? നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ വല്യമ്മ പറഞ്ഞത്. ആ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ജലജയും ജാനകിയും ഒക്കെ ഓർത്തോ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം എല്ലാവരും നയനയുടെ തലയിൽ കയറാനൊന്നും ഓർക്കണ്ട. ഇവിടെ അടുക്കളയിലെ ജോലികളൊക്കെ തന്നെ അവൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളും കൂടി ചെയ്യേണ്ട ജോലികളാണ്, അത് ഓർക്കണം. അനാമികയ്ക്കും അടുക്കളയിൽ കയറിയാൽ ഒന്നും സംഭവിക്കില്ല. നയനെ നീ ഇപ്പോൾ എന്തിനാണ് ഈ തറയൊക്കെ തുടയ്ക്കുന്നത്? നിനക്ക് എന്തൊക്കെയോ വയ്യായികയില്ലായിരുന്നോ? അതുകൊണ്ട് നീ ഇനി തറയൊന്നും തുടയ്ക്കാൻ നിൽക്കണ്ട, ആ ചൂല് അനാമികയുടെ കയ്യിലേക്ക് കൊടുക്ക്, അവൾ തുടയ്ക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയും, ഞാനോ? ആ എന്താ നയനെ മടിച്ച് നിൽക്കുന്നേ, ആ ചൂലങ്ങ് കൊടുക്ക് എന്ന് പറഞ്ഞ് നയനെ ആ ചൂല അവിടെ വെച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അനാമിക ഇങ്ങനെ അതും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് അനാമിക വീട്ടിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ഉടനെ രേവതി എടുക്കുക. രേവതി ചോദിക്കുക, എന്താ മോളെ എന്താ? അപ്പോൾ പറയാണ്, എൻ്റെ അമ്മ ഇവിടെ ഇപ്പോൾ ഒന്നും പറയണ്ട, കൂനിന്മേ കുരു എന്ന് പറഞ്ഞാൽ മതി.
ആ ദേവയാനി അസുഖം പുറത്തിങ്ങ് വന്നപ്പോൾ മരുമകളെയും കൂട്ടിക്കൊണ്ട് വന്നു. ഞങ്ങൾ ഓർത്തത് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ ഒരാളായല്ലോ എന്ന്. ദേ ഇപ്പം നമുക്കാ പണി കിട്ടുന്നത്. അപ്പം ഉടനെ രേവതി ചോദിക്കുക, എന്താ മോളെ എന്താ? എനിക്ക് വയ്യമ്മേ, ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് ഞാൻ മടുത്തു. ഭക്ഷണം അവളാ ഉണ്ടാക്കുന്നത്, ആ കൂടെ ഞാൻ സഹകരിക്കണം. പിന്നെ എൻ്റെ ഡ്രസ്സൊന്ന് വാഷ് ചെയ്യാൻ അവളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ആ ദേവയാനി ആ നിലം തുടയ്ക്കാൻ പറഞ്ഞ് ചൂല് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ വീട്ടിലെ നിലം മുഴുവൻ തുടച്ചത്. അമ്മയ്ക്കറിയോ അതിൻ്റെ ബുദ്ധിമുട്ട്. ഞാനിവിടെ കിടന്ന് പണിത് ചാകുമെന്ന് തോന്നുന്നു. 10 പൈസ തൊട്ട് കിട്ടുകയില്ലെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്കും രേവതി പറയാ, മോളെ അതൊക്കെ വലിയ കഷ്ടമായല്ലോ. ഈ ദേവയാനിക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം വരാനായിട്ട്? അത് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. നീ എന്താ അവളോടിപ്പോൾ ഇത്ര സ്നേഹം എന്നറിയില്ല. എന്തായാലും നമ്മുടെ പണി പാളാതെ ഇരുന്നാൽ മതിയായിരുന്നു. അവർക്കന്ന് പാലിൽ വിഷം ചേർത്ത് നമ്മളാ കൊടുത്തതെന്നെങ്ങാനും കണ്ടുപിടിച്ചാൽ പിന്നെ ആ വീടിൻ്റെ പരിസരത്ത് പോലും എന്നെ അടുപ്പിക്കില്ല. അതുമാത്രമല്ലമ്മേ, നമ്മൾ അകത്ത് കിടന്ന് അഴിയെണ്ണും. അത്രയ്ക്ക് സ്നേഹം ഇപ്പം നയനയോട്. അതുമാത്രമല്ല, അവരുടെ സ്വർണവും പണവും പണ്ടവും എല്ലാം ഇപ്പം ഇനി അവക്കേ കൊടുക്കോളെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന്. അനിയാണേ ഒരു വശത്തൂടെ എന്ന് പറയുമ്പം രേവതി പറയാണ്, അതെ ഞാൻ തൽക്കാലം അങ്ങോട്ട് വരാം, കുറച്ച് ദിവസം ഞാൻ അവിടെ വന്ന് നിൽക്കാം, നയനെ നമുക്കൊന്ന് ഒതുക്കാം, ദേവയാനിയെ നമ്മുടെ വഴിക്കും കൊണ്ടുവരാം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാം, അമ്മേ ഞാനത് പറയാനിരിക്കുകയായിരുന്നു, അമ്മയും അച്ഛനും കൂടി വാ, എന്നിട്ട് അമ്മ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ പോയാൽ മതി. അപ്പോൾ രേവതി പറയാണ്, ശരിയാ അങ്ങനെ വരണം, ഇടയ്ക്ക് ഞാൻ വന്നാലേ ശരിയാവുള്ളൂ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. അങ്ങനെ രേവതി വരികയാണ് കേട്ടോ. രേവതിയും വേണുവും കൂടിയാണ് വരുന്നത്. വന്നു കഴിയുമ്പോഴേക്കും തന്നെ രേവതിയോട് അനാമിക പറയുന്നുണ്ട്, നയനാന്ന് പറഞ്ഞോളാണ്ട വരുന്നു, ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുക രാജകുമാരി. അവക്കാണ് ഇവിടെ എല്ലാവരും ഇപ്പം സ്ഥാനം മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രേവതി കലിപ്പോട് കൂടി വരികയാണ്. വന്ന ഉടനെ തന്നെ പറയുകയാണ്, ആഹാ നയന വന്നായിരുന്നോ? നയന വീട്ടിലൊക്കെ പോയി നിൽക്കുമായിരുന്നല്ലോ, സുഖവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? ഇവിടെ അന്നേരം കിടന്ന് പണിയാൻ എൻ്റെ മോളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണെന്നൊക്കെ കേട്ടല്ലോ. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ ആരെയും കഷ്ടപ്പെടുത്തുന്നില്ല, ഇവിടുത്തെ ജോലികളെല്ലാം തന്നെ ഞാനാ ചെയ്യുന്നത്. പിന്നെ അമ്മ പറഞ്ഞു അനാമികയും കുറച്ച് ജോലികളൊക്കെ ചെയ്യണമെന്ന്, അതെന്താ തെറ്റാണോ? അവളും ഈ വീട്ടിൽ മരുമകളല്ലേ. അപ്പോഴേക്കും രേവതി പറയാ, ആണെങ്കിൽ എന്താ, നിന്നെപ്പോലെ ആണോടി അവള് എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ഒരു ഗ്ലാസ് ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, വേണേട്ടന് ചായ കുടിക്കണമെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ എന്ന് പറയാം. നയനെ അത് കേട്ടിട്ട് നയന അടുക്കളയിലേക്ക് കയറി പോവാണ് കേട്ടോ. പോയി ചായയൊക്കെ എടുത്തിട്ട് വരികയാണ്. അപ്പം നവ്യ അടുത്ത് ചെല്ലുന്നുണ്ട്, എന്താടി അവർ വന്നിട്ട് ഇളകുന്നേ എന്ന് ചോദിക്കുകയാണ് നവ്യ. അപ്പം പറയാം, അവർക്ക് ഇളക്കുക, പിന്നെ നമ്മളിതൊന്നും കണ്ടില്ലെന്ന് വച്ചാൽ മതി, വന്നിട്ടങ്ങ് പൊയ്ക്കോളൂല്ലോ. ആ വേണുവിന് ചായ കൊടുക്കാൻ ദേ ഞാൻ എടുത്തിട്ടുണ്ട്, കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വരികയാണ് കേട്ടോ. അങ്ങനെ ചായയായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഉടനെ രേവതി ആ ചായ അങ്ങ് വാങ്ങുകയാണ്. വാങ്ങിയിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ രേവതി പെട്ടെന്ന് ഈ ചായ വാങ്ങിയിട്ട് നയനയുടെ മേത്തേക്ക് തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന അയ്യോ ചൂട് എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി അനാമിക ഇങ്ങനെ അഹങ്കാരത്തോടെ ഇങ്ങനെ നിൽക്കുമ്പം ദേവയാനി ചോദിക്കുക, എന്താ രേവതി ഈ കാണിച്ചത്? അതെന്തിനാ ഈ ചൂട് ചായ നയനമോളുടെ മേത്തോട്ട് ഒഴിച്ചത് നീ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാണ്, പിന്നെ ഇവള് ഒരു ചായ കൊണ്ടുവന്നിരിക്കുന്നു, ഇതാണോ ചായ? ഇതാണോ വേണുവേട്ടന് കൊടുക്കാനുള്ള ചായ? വേണുവേട്ടൻ്റെ നാക്ക് പൊള്ളി അഴുകി പോവുമല്ലോടി, നീ മനഃപൂർവ്വം അല്ലേടി ഈ തിളച്ച ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതുപോലും മര്യാദയ്ക്ക് കൊണ്ടുവരാൻ ഇവക്കറിയില്ലേ? പിന്നെ ഈ തിളച്ച ചായ എൻ്റെ കയ്യിലിരുന്ന് പൊള്ളണോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഒഴിച്ചത്. അപ്പോൾ ദേവയാനി പറയാ, രേവതി നിങ്ങളുടെ വിളച്ചിലൊന്നും ഈ വീട്ടിൽ വേണ്ട, ഇത് അനന്തപുരിയാണ് കേട്ടോ. നയനയുടെ പുറത്ത് ഇപ്പം ഈ തിളച്ച ചായ ഒഴിച്ചത് അച്ഛനെങ്ങാനും അറിഞ്ഞാൽ ഒരു നിമിഷം രേവതിയെ ഈ വീട്ടിൽ നിർത്തുകയല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറിക്കോണം. ചായ വേണമെങ്കിൽ നിങ്ങളുടെ മകള് അനാമികയോട് പറയാമായിരുന്നല്ലോ, അതെന്തുകൊണ്ട് പറഞ്ഞില്ല? നയന ഇവിടെ വരുന്നവർക്കും പോകുന്നവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആളല്ല. വേണുവിന് ചായ വേണമെങ്കിൽ ഒന്നെങ്കിൽ രേവതിയോ ഇല്ലെങ്കിൽ അനാമികയോ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ നയനയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ആജ്ഞാപിക്കാനും പേടിപ്പിക്കാനും ഒന്നും ആളായിട്ടില്ല രേവതി എന്ന് വെട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. അത് കേട്ട് ആകപ്പാടെ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അനാമികയും രേവതിയും ഒക്കെ ജലജി ആ സ്ഥലത്തുണ്ട് കേട്ടോ. അങ്ങനെ ഇനി അടിപൊളി എപ്പിസോഡുകൾ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്